ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെ അരികിലേക്ക് തേജസ്വിനി നടന്നു വരുന്നു. ശാലിനി തേജസ്വിനിയെ കണ്ടതും വളരെ സന്തോഷത്തോടെ അരികിലേക്ക് എത്തുമ്പോൾ തേജസ്വിനി പറഞ്ഞു, ശാലിനി, ഞാൻ തിരിച്ചു പോകുന്ന യാത്രയിലാണ്. കൊല്ലത്തെ എന്റെ നാട്ടുകാര് കുറെ നാളായിട്ട് കളക്ടർ ഇല്ലാതെ അവര് ആകെ വിഷമിക്കുകയല്ലേ. അപ്പോ അവർക്ക് കളക്ടർ ചോദിക്കാനും പറയാനുമായിട്ടുണ്ടാകണ്ടേ എന്നിങ്ങനെ തേജസ്വിനി പറഞ്ഞത് കേട്ട് ശാലിനി ചോദിച്ചു, അല്ല അപ്പൊ നീ കുറച്ചു ദിവസം കൂടി ഉണ്ടാകുന്നാണല്ലോ പറഞ്ഞത് എന്ന് ചോദിച്ചതും, അതെ, ലീവ് ഇതുവരെയായിട്ടും തീർന്നിട്ടൊന്നുമില്ല, ലീവ് ക്യാൻസൽ ചെയ്തിട്ടുമില്ല. പിന്നെ ഓർമ്മകൾ, അത് എന്നെ വളരെ കുത്തി നോവിക്കാതിരിക്കാനായി ഓർമ്മകളിൽ നിന്നുള്ള രക്ഷ നേടലാണ് ഇപ്പോ എന്റെ ഈ തിരിച്ചുപോക്ക്. അതാണ് ഇപ്പോ ഇങ്ങനെ ഒരു മടക്കയാത്രയ്ക്ക് തീരുമാനമെടുത്തത് എന്ന് തേജസ്വിനി പറഞ്ഞത് കേട്ട് ശാലിനി തേജസ്വിനിയോട് ചോദിച്ചു, നീ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യുവോ? അത് കേട്ടതും ശാലിനി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കേട്ട് തേജസ്വിനി പറഞ്ഞു, ഹെൽപ്പ് ചെയ്യാനോ? എന്താ എന്താ ശാലിനി, എപ്പോഴാ ഞാൻ നിനക്ക് എന്ത് ഹെൽപ്പാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതും, ഇപ്പോ ഈ നിമിഷം എന്ന് പറഞ്ഞ് ശാലിനി ഇന്ന് ഇപ്പോ എന്ന് കൂടി അറിയിച്ചു. അത് കേട്ടതോടെ എന്താ കാര്യം എന്നറിയാതെ അതിശയപ്പെട്ട് അങ്ങനെ ശാലിനി നോക്കുന്നത് കണ്ട് തന്നെ നേരെയുള്ള ശാലിനിയുടെ ആ ഒരു ആവശ്യം കേട്ട് തേജസ്വിനി പെട്ടെന്ന് ശാലിനിയെ നോക്കി, എന്ത് ഹെൽപ്പാ ഞാൻ നിനക്ക് ചെയ്യേണ്ടത് എന്ന് ശാലിനിയോട് തേജസ്വിനി അന്വേഷിച്ചു. അപ്പോഴേക്കും തേജസ്വിനി അങ്ങനെ ചോദിച്ചതും ശാലിനി തനിക്ക് ചെയ്തു തരേണ്ട ഹെൽപ്പ് എന്താണെന്ന് വ്യക്തമാക്കി. ഇന്ന് ഒരു ഫംഗ്ഷൻ എനിക്ക് പകരം നീ അറ്റൻഡ് ചെയ്യണം. അത് കേട്ട ഉടനെ തേജസ്വിനി ചോദിച്ചു, അല്ല, നിനക്ക് പകരം ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനോ? എന്ത് ഫംഗ്ഷൻ? നിനക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നിനക്ക് അതിൽ ഒഴിഞ്ഞു മാറിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമായിരുന്നില്ല, അതായിരുന്നു സാഹചര്യം. എന്താണെന്ന് കേട്ടാൽ, എവിടെയാ ഫംഗ്ഷൻ എന്ന് കേട്ടാൽ നിനക്ക് കാര്യങ്ങൾ ബോധ്യമാകും. ഇന്ന് സത്യാമ്മയുടെയൊക്കെ വിഷ്ണു ലോകം എന്ന വിഷ്ണുവേട്ടന്റെ റെസ്റ്റോറന്റിന്റെ 7ാം വാർഷികം ഇന്ന് ആഘോഷിക്കണം. അവിടേക്കാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. അത് കേട്ടതും തേജസ്വിനി ചോദിച്ചു, അല്ല എങ്കിൽ പിന്നെ നിനക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൂടായിരുന്നോ എന്ന് അന്വേഷിച്ചു. ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല തേജസ്വിനി എന്ന് ശാലിനിയെ പറഞ്ഞതും തേജസ്വിനി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ശാലിനി കാരണം വ്യക്തമാക്കി, ഇന്ന് 7ാം വാർഷികം ആഘോഷിക്കുകയാണ്. അവിടെ എനിക്ക് പകരമായി നീ ചെല്ലണം. എന്നെ ഇന്നത്തെ അവിടുത്തെ ഗസ്റ്റായി എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. ചീഫ് ഗസ്റ്റായിട്ട് എന്നെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഈ ശാലിനിക്ക് പകരമായിട്ട് തേജസ്വിനിയാണെന്ന് അവിടെ അറ്റൻഡ് ചെയ്യേണ്ടത്. അത് കഴിയുമോ എന്ന് ശാലിനി ചോദിച്ചതും തേജസ്വിനി മറുപടി ഒന്നും പറയാറങ്ങാൻ നിൽക്കുമ്പോൾ ശാലിനിയെ തേജസ്വിന്റെ കൈകൾ കടന്നു പിടിച്ച് പ്ലീസ് എന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും തേജസ്വിനി പറഞ്ഞു, ശരി, അല്ല ഇന്ന് നീ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെയായിട്ടും സത്യമാ അപ്പോ ഈ ജില്ലാ കളക്ടർ ശാലിനിയാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞില്ലേ എന്ന തേജസ്വിനിയുടെ ചോദ്യം കേട്ട് ശാലിനി പറഞ്ഞു, ഇല്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണല്ലോ ഇത്രയും സ്നേഹത്തോടെ എന്നെ തന്നെ ആ ഫംഗ്ഷന്റെ ചീഫ് ഗസ്റ്റായി ക്ഷണിച്ചിരിക്കുന്നതിന്റെ കാരണം എന്ന് ശാലിനി അറിയിച്ചു. അത് കേട്ടതും ആകെ അതിശയത്തോടെ തേജസ്വിനി നോക്കി. തേജസ്വിനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഫംഗ്ഷനിൽ നീ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തോടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനമാവില്ലേ? ഇത്രയും നാളും അവരുടെ കുടുംബത്തെ സഹായിച്ചതും ഇത്രത്തോളം അവർക്ക് സഹായങ്ങൾ നൽകി ആ കുടുംബത്തിന് വേണ്ടി ഇത്രയും നന്മ ചെയ്തതിന്റെയൊക്കെ നീയാണെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നോടുള്ള പകയും ദേഷ്യവും ഒക്കെ അതോടെ അവസാനിക്കില്ലേ? അങ്ങനെ ഒരു ചോദ്യം തേജസ്വിനിയുടെ നാവിൽ നിന്ന് വന്നതും തേജസ്വിനിയോട് ശാലിനി പറഞ്ഞു, മറിച്ചാ സംഭവിക്കുന്നതെങ്കിലോ? ഈ സത്യങ്ങൾ തിരിച്ചറിയുന്നതോടെ എന്നോടുള്ള പകയും വിദ്വേഷവും വീണ്ടും ഇരട്ടിയാവുകയാണെങ്കിലോ? ഞാൻ ഈ 6 വർഷക്കാലം ഞാൻ കാത്തിരുന്നത് വെറുതെയാവില്ലേ? ഈ 6 വർഷക്കാലം ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെയാവില്ലേ? എന്റെ ഈ കാത്തിരിപ്പും ഞാൻ ഈ 6 വർഷം ഞാൻ പ്രയത്നിച്ചതുമൊക്കെ വെറുതെയായി പോകില്ലേ എന്ന ശാലിനിയുടെ ചോദ്യം കേട്ട് തേജസ്വിനി ശാലിനിയോട് പറഞ്ഞു, ശരി, എന്റെ ശാലുവിന് വേണ്ടി ഞാൻ പൊക്കോളാം ആ ചടങ്ങ് അറ്റൻഡ് ചെയ്യാനായി. നിനക്ക് എന്ത് സഹായത്തിനും എപ്പോഴും ഞാൻ ഉണ്ടാകും എന്ന് ശാലിനിക്ക് തേജസ്വിനി വാക്ക് നൽകി. അങ്ങനെ ശാലിനിക്ക് തേജസ്വിനി കൊടുത്ത ആ വാക്കിന്റെ പിൻബലത്തിൽ ശാലിനി വന്നിറങ്ങേണ്ടിയിരുന്ന വിഷ്ണു ലോകത്തേക്ക് അവിടുത്തെ കളക്ടറായി തേജസ്വിനി വന്നിറങ്ങി. അങ്ങനെ കളക്ടറുടെ ആ കാറിൽ നിന്ന് തേജസ്വിനി അവിടേക്ക് ഇറങ്ങിയത് കണ്ട് അവിടെയുള്ള എല്ലാവരും വളരെ സ്നേഹത്തോടെ തേജസ്വിനിയെ സ്വീകരിക്കണം. വളരെ ആവേശത്തിലും സ്നേഹത്തോടെയും തേജസ്വിനിയെ സ്വീകരിച്ച് അവർ അകത്തേക്ക് ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ പിന്നാലെ തന്റെ കാറിൽ വന്ന് ഇറങ്ങുകയാണ് ശാലിനി കാറിൽ നിന്നിറങ്ങി മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് വേഗം അകത്തേക്ക് കയറുന്നു. തേജസ്വിനിയെ സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിച്ച് സത്യാമ്മ ഇരുത്തി കഴിയുമ്പോൾ തേജസ്വിനിയെ കണ്ടതിന്റെ
ആ ഷോക്കിൽ ശാലിനി അവിടുത്തെ കളക്ടറായി വന്നിറങ്ങേണ്ടിയിരുന്ന ആ സ്ഥാനത്ത് തേജസ്വിനി വന്നു കയറിയതിന്റെ വിഷമത്തിൽ വിഷ്ണു ആകെ വിഷമത്തോടെ നിൽക്കുകയാണ്. ശാലിനിയാണ് അവിടെ വരുന്നതെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു വിഷ്ണു നിന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി തേജസ്വിനി കളക്ടറായി അവിടെ വന്നിറങ്ങിയത് കണ്ടതോടെ വിഷ്ണുവിന്റെ മനസ്സാകെ തകർന്നു. ഈ സമയത്ത് അവിടെ നടക്കുന്ന പ്രോഗ്രാം കാണാനും ആ ഫംഗ്ഷൻ കാണാനുമായിട്ട് അവിടേക്ക് ശാലിനി തന്റെ മുഖം മറച്ചു പിടിച്ചുകൊണ്ട് ആ ആൾക്കൂട്ടത്തിനിടയിൽ വന്നിരിക്കുമ്പോൾ വിഷ്ണു അതിനരികിൽ വന്ന് നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ ഹാർട്ട് വല്ലാതെ ഇടിക്കുന്നു. ശാലിനി തന്റെ അരികിൽ വരുമ്പോഴുള്ള ആ ഒരു തിരിച്ചറിവ്, ശാലിനി തന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തനിക്ക് ഉണ്ടാകാറുള്ള ആ ഒരു ഫീൽ വിഷ്ണുവിന്റെ മനസ്സിന് ഉണ്ടാകുന്നു. വിഷ്ണു വല്ലാതെ ആശങ്കപ്പെട്ടു. ശാലിനി അയാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ? അയാളായിരുന്നല്ലോ ഇന്ന് ഈ ചടങ്ങിൽ ചീഫ് ഗസ്റ്റായി വരേണ്ടിയിരുന്നത്. തന്റെ സ്വപ്നങ്ങളും തന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തകർന്നൊടിഞ്ഞതിന്റെ വേദനയിൽ വിഷ്ണു ആ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ ശാലിനി ആ വിഷ്ണു ലോകത്തിന്റെ ഹോട്ടൽ വിഷ്ണു ലോകത്തിന്റെ 7ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുന്നതിന്റെ സന്തോഷത്തിൽ അങ്ങനെ നിന്നു. അപ്പോഴാണ് അടുത്ത പ്രോഗ്രാമിന് വേണ്ടി അവിടുത്തെ ആങ്കർ അനൗൺസ് ചെയ്തത് ഇനിയൊരു തട്ടുപൊളുപ്പൻ ഡാൻസ്, ഒരു ഉഗ്രൻ പെർഫോമൻസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞതും ഇനി ഇത്രയേറെ പ്രോഗ്രാമുകളും ഇത്രത്തോളം തിരക്കുമുള്ള നമ്മുടെ ചീഫ് ഗസ്റ്റ് ഈ സമയത്ത് നമ്മളോട് 2 വാക്ക് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് തേജസ്വിനി പറഞ്ഞു, വേണ്ട വേണ്ട, ഇവിടുത്തെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല എന്ന് തേജസ്വിനി മനഃപൂർവ്വം അതിൽ നിന്ന് ഒഴിവായി. അങ്ങനെ തേജസ്വിനി ഒഴിവായി മാറി നിൽക്കുമ്പോൾ അടുത്ത പ്രോഗ്രാം സത്യമോളുടെയും ഒപ്പം അവിടെ ഇരുന്ന് നിൽക്കുന്ന പപ്പി മോളുടെയും ഡാൻസ് പെർഫോമൻസ് ആണ് എന്നതിന് വളരെ സന്തോഷത്തോടെ അനൗൺസ് ചെയ്യുന്നത് കേട്ട് ആ ഒരു വാക്ക് കേട്ട് സന്തോഷപൂർവ്വം അങ്ങനെ ഇരിക്കുകയാണ് തേജസ്വിനി. അപ്പോഴേക്കും സത്യാമ്മ വേദിയിലേക്ക് ശാലിനി പകരമായി, ശാലിനിയാണ് ഇന്നത്തെ കളക്ടർ എന്നുള്ള പദവിയിൽ അവിടെ വന്നിറങ്ങുക എന്ന പ്രതീക്ഷയോടെയും വളരെ ആഗ്രഹത്തോടെ നോക്കിയിരുന്ന വിഷ്ണുവിന്റെ ആ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോയതിന്റെ നിരാശയിൽ വിഷ്ണു അടർന്നു മാറുന്ന സമയത്ത് വേദിയിലേക്ക് ആദരണീയായ കളക്ടറെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ആനയിച്ച് കളക്ടർ 2 വാക്ക് പറയാനായി ക്ഷണിക്കുമ്പോൾ തേജസ്വിനി മനഃപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ആ സമയത്ത് തേജസ്വിനിയെ കുറിച്ച് വളരെ നല്ല വാക്കുകൾ ആങ്കറുടെ നാവിൽ നിന്നും ഉണ്ടാവുന്നു. വളരെ തിരക്ക് പിടിച്ച ഈ സമയത്ത് പോലും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ചീഫ് ഗസ്റ്റായി വന്നെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടറോടാണ് ആദ്യം നന്ദി പറയുന്നത് എന്ന് അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി കളക്ടർ എത്തിയതിന്റെ സന്തോഷം സത്യാമ്മയും കളക്ടറോട് പങ്കുവെച്ചു. മോളുടെ മനസ്സ് വളരെ നല്ല മനസ്സാണ്. ആ മനസ്സ് എത്രത്തോളം നന്മയുള്ളതാണെന്നും വ്യക്തമായി മനസ്സിലാക്കിയവരാണല്ലോ ഞങ്ങൾ എന്ന് സത്യാമ്മ തേജസ്വിനിയോട് പറയുമ്പോൾ തേജസ്വിനി മനസ്സുകൊണ്ട് ആ പിന്നിലിരിക്കുന്ന ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ശാലിനിയെ ഒന്ന് നോക്കി. ഇതിന്റെയൊക്കെ ഈ അഭിനന്ദനത്തിനൊക്കെ അർഹ എന്റെ ശാലിനി തന്നെയാണ്. ശാലിനി, ഈ അഭിനന്ദനങ്ങളൊക്കെ നിനക്ക് അർഹതപ്പെട്ടതാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തേജസ്വിനി ശാലിനിയെ നോക്കി. ശാലിനി തൽക്കാലം തന്നെ ചൂണ്ടിക്കാണിക്കരുത് എന്ന് തലകൊണ്ട് അങ്ങനെ ഒരു ആംഗ്യം കൂടി കാട്ടി ശാലിനി അവിടെ തന്നെ ഇരിക്കുമ്പോഴാണ് 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ഡാൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി വേദിയിലേക്ക് ആങ്കർ ആനയിച്ചത്. അപ്പോഴേക്കും സത്യമോളും പപ്പിമോളും കൂടിയും ആ സ്റ്റേജിലേക്ക് വന്ന് അവരുടെ ഡാൻസ് പെർഫോം ചെയ്തു. അവർ വളരെ ഗംഭീരമായി അവിടെ ഡാൻസ് ചെയ്യുന്നത് കണ്ട് ശാലിനി പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോകുന്നു. ശാലിനി മക്കളുടെ ഡാൻസ് കാണാനായി അപ്പുറത്തേക്ക് മാറി നിൽക്കുമ്പോൾ ശാലിനി നല്ല ഭംഗിയായി കുട്ടികൾ 2 പേരും ഡാൻസ് ചെയ്യുന്നത് കണ്ട് ആസ്വദിച്ചകം നിൽക്കുമ്പോഴാണ് സത്യാമ്മയുടെ അരികിലിരുന്ന തേജസ്വിനി ചോദിച്ചത്, അല്ല, ഈ ആ നിൽക്കുന്നത് എന്റെ പേരുകുട്ടിയാണ് എന്ന് സത്യാമ്മ ഉടനെ കളക്ടറെ പരിചയപ്പെടുത്തുമ്പോൾ തേജസ്വിനി ചോദിച്ചു, ആരാ, ആ സത്യഭാമയാണോ എന്ന് ചോദിച്ചതും ഉടനെ സത്യാമ്മ പറഞ്ഞു, അതല്ല, അപ്പുറത്ത് നിൽക്കുന്ന പപ്പിമോള് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉടനെ തേജസ്വിനി ചോദിച്ചു, അല്ല, അപ്പൊ സത്യഭാമയോ എന്ന് ചോദിച്ചപ്പം സത്യാമ്മ പറഞ്ഞു, അത് പപ്പിമോളുടെ ഫ്രണ്ടാണ്, യാദൃശികമായിട്ട് എന്റെ അതേ പേര് തന്നെ വന്നതാണ്. എന്തായാലും ആ കുട്ടിയുടെ അമ്മ നല്ല മനസ്സിനുടമയാണ്. ആ കുട്ടിയുടെ അമ്മ വലിയൊരു ഓഫീസറാണെന്നാണ് മോള് പറയാറുള്ളത്. ഇന്നേ വരെ ഞങ്ങൾ ആരും തന്നെ ആ കുട്ടിയുടെ അച്ഛനമ്മമാരെ കണ്ടിട്ടില്ല. പക്ഷേ എന്തായാലും ആ കുട്ടിയുടെ അമ്മ എന്ന് പറഞ്ഞാൽ വളരെ നല്ല മനസ്സിനുടമയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് മറ്റൊന്നും കൊണ്ടല്ല, ആ കുട്ടിയുടെ അമ്മയുടെ സ്നേഹവും കരുതലും അത് എത്രത്തോളമാണെന്ന് വ്യക്തമായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു പേരിട്ടത്, സത്യഭാമ എന്ന പേരിട്ടത് സത്യത്തിൽ ആ കുട്ടിയുടെ അച്ഛമ്മയുടെ പേരാണ്. അതും സാധാരണ ഇന്നത്തെ കാലത്ത്
മരുമക്കൾ അമ്മമാരുടെയും അച്ഛന്റെയും അരികിൽ നിന്ന് മക്കളെ പറിച്ചെടുത്തുകൊണ്ട് പോകാനാണ് മരുമക്കൾ പലരും ശ്രമിക്കാറുള്ളത്. എന്നാൽ അതേ സ്ഥാനത്ത് ഗൾഫിലായിരിക്കുന്ന ആ അച്ഛനും അച്ഛമ്മയ്ക്കും വേണ്ടി ആ കുട്ടി അവളുടെ കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് ആ അച്ഛമ്മയുടെ പേര് തന്നെയാണ്. എത്ര സ്നേഹമുള്ള മരുമകളാണല്ലേ അവർ. ആ അമ്മയെ എത്രത്തോളം സ്നേഹിക്കുന്നതിന്റെ ആഴം ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെയൊരു ഭാഗ്യം ആ അമ്മായിയമ്മയ്ക്ക് കിട്ടിയതാണ് എന്നെ സംബന്ധിച്ച് അതിശയകരം എന്ന് സത്യമ്മ അറിയിച്ചു. അങ്ങനെ സംസാരിച്ചു നിന്നതും ഉടനെ തേജസ്വിനി ചോദിച്ചു, അല്ല ആ കുട്ടിയുടെ അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ സത്യഭാമ പറഞ്ഞു, അവര് രണ്ടുപേരും പിണക്കത്തിലൊന്നുമല്ല. ആ കുട്ടി ഈ നാട്ടിലും ആ കുട്ടിയുടെ ഹസ്ബൻഡും അമ്മയും കൂടി ഗൾഫിലോ മറ്റെന്തോ ബിസിനസ്സുമായിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് അവർ അകന്നു നിൽക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞപ്പോ തേജസ്വിനി ചോദിച്ചു, അല്ല അവരെ നമുക്കൊന്ന് ഒന്നിപ്പിക്കണ്ടേ എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ തേജസ്വിനിയോട് സത്യഭാമ ചോദിച്ചു, അല്ല അതിന് മോൾക്കറിയാവോ ആ കുട്ടിയുടെ അമ്മയും അച്ഛനെയും എന്ന് ചോദിച്ചപ്പോ സത്യഭാമയോട് തേജസ്വിനി പറഞ്ഞു, മുമ്പൊരു വട്ടം ഇതേ ഓഫീസർ ആയതുകൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥയായതുകൊണ്ട് ഇടയ്ക്ക് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഈ മോളും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അപ്പോ ആ കുട്ടിയോട് ഞാൻ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചപ്പോ ആകെ വിഷമത്തോടെയാണ് എന്നോട് മറുപടി നൽകിയത്. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്, സത്യാമ്മയ്ക്ക് അതിലിടപെട്ട് അവരെ ഒന്നിപ്പിച്ചൂടെ എന്ന് ഞാൻ ചോദിച്ചത് എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, ആണോ അങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അല്ല അപ്പൊ ഇന്നേ വരെ സത്യമ്മ ആ കുട്ടിയുടെ അമ്മയെ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. കണ്ടിട്ടില്ലേ, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് തേജസ്വിനി പറഞ്ഞതും ഉടനെ ഈ ഫംഗ്ഷൻ വന്നിട്ടുണ്ടോ? അപ്പോഴേക്കും സത്യഭാമ ചോദിച്ചു, ഈ ഫംഗ്ഷന് അതിന് സത്യമോളുടെ അമ്മ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വന്നിട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു തേജസ്വിനി ചോദിച്ചു. ഉണ്ടെങ്കിൽ സത്യമ്മ അവരുടെ ആ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കില്ലേ? അവരുടെ പിണക്കം സത്യമ്മ ഇടപെട്ട് മാറ്റില്ലേ എന്ന് ചോദിച്ചതും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന സത്യാമ്മയുടെ അതിശയത്തോടുള്ള ചോദ്യം കേട്ട് തേജസ്വിനി വേഗം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞ് ശാലിനി ഇരുന്ന ആ ചെയറിലേക്ക് തേജസ്വിനി നോക്കി. പക്ഷെ അവിടെ എങ്ങും തന്നെ ശാലിനിയെ കാണാതായതോടെ തേജസ്വിനിക്കാകെ ടെൻഷനായി. അപ്പോഴേക്കും അവിടെ ഡാൻസ് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് ഡാൻസ് കാണാനായി എല്ലാവരും ആവേശത്തോടെ നോക്കി നിൽക്കുമ്പോൾ ആ കുട്ടികളുടെ ഡാൻസ് കാണാൻ കൊതിയോടെ വന്നെത്തിയവരെല്ലാവരും തേജസ്വിനി എഴുന്നേറ്റ് നിൽക്കുന്നത് കൊണ്ട് ബഹളമുണ്ടാക്കുന്നു. തേജസ്വിനി വേഗം അവിടെ ഇരുന്ന് കുട്ടികളുടെ ഡാൻസ് കണ്ട് ആസ്വദിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കുന്നത് അപ്പുറത്ത് മാറി നിന്നുകൊണ്ട് ശാലിനിയും കണ്ട് ആസ്വദിച്ചു. മക്കളുടെ പെർഫോമൻസ് കണ്ട് വലിയ സന്തോഷം നിൽക്കുമ്പോൾ വിഷ്ണുവും മറ്റേതോ ലോകത്തെന്നതുപോലെ വിഷ്ണുവും അതെല്ലാം കണ്ട് മറ്റെന്തൊക്കെ ആലോചിച്ചങ്ങനെ നിന്നു. പെട്ടെന്ന് പെർഫോമൻസ് കഴിഞ്ഞതും ആങ്കർ പറഞ്ഞു, കണ്ടല്ലേ നമ്മുടെ കൊച്ചു സുന്ദരിമാര് എത്ര നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു വലിയ കയ്യടി അവർക്ക് നൽകണമെന്ന് ആങ്കർ അറിയിച്ചു. അങ്ങനെ ആങ്കർ പറഞ്ഞത് കേട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ കൈയടിച്ചു. അപ്പോഴേക്കും ഉടനെ ആങ്കർ പറഞ്ഞു, അതെ ഇനി നമുക്ക് ഈ കുസൃതി കുടുക്കളോട് ചില കാര്യങ്ങൾ ചോദിക്കാം. ഇതിൽ ആദ്യം പപ്പിമോൾ പറയണം, പപ്പിമോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ എന്ന് ചോദിച്ചു. പപ്പിമോൾ ഉടനെ ഫോൺ മൈക്ക് വാങ്ങിച്ച് എല്ലാവരോടുമായി പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എല്ലാവരെയും ഇഷ്ടമാ. അച്ചച്ചനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാ. അച്ചച്ചൻ ഞാൻ എപ്പോഴും ഭക്ഷണം കഴിച്ചോ, എന്ത് ചെയ്തു എന്നൊക്കെ എപ്പോഴും എന്നെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്നും ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ചച്ചനെ ഒത്തിരി ഇഷ്ടമാണ്. അത് കേട്ട് എല്ലാവരും അങ്ങനെ ചിരിച്ചു കേൾക്കുമ്പോൾ ഉടനെ തന്നെ പപ്പി പറഞ്ഞു, അച്ചമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അച്ചമ്മയാ എനിക്ക് വാങ്ങിച്ചു തരാറ്. ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ എനിക്കെല്ലാം അച്ചമ്മ വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞു. അത് കേട്ട് സത്യമ്മ വലിയ സന്തോഷത്തോടെ ജേസിനെ നോക്കി അങ്ങനെ പുഞ്ചിരിച്ചിരിക്കുന്നു. ആ സമയത്ത് വീണ്ടും പപ്പി പറഞ്ഞു, എൻ്റെ അമ്മയെ എനിക്ക് അതുപോലെ തന്നെ ഇഷ്ടമാണ്. എൻ്റെ അമ്മയെ എന്നെ കുളിപ്പിക്കുകയും കണ്ണെഴുതുകയും മുടിച്ചിക്കി തരികയും പൊട്ടുകുത്തുകയും ഒക്കെ ചെയ്യുന്നത്. എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ സമയത്ത് മരുന്ന് തന്ന് ആഹാരം കഴിപ്പിച്ച് എനിക്ക് പനി മാറുന്നത് വരെ ഉറക്കളച്ച് എൻ്റെ കൂടെ ഇരിക്കും എൻ്റെ അമ്മ. ഇങ്ങനെയൊക്കെ ചെയ്താലും എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ആന്റിയെയും അങ്കിളിനെയും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഇവരെക്കാളൊക്കെ എനിക്ക് ഏറെ ഇഷ്ടം എൻ്റെ വല്യച്ഛനെയാ.
എന്റെ വിഷ്ണു അച്ഛനാണ് എന്നെ കൂടെ കൊണ്ടുപോയി കിടത്തി ഉറക്കുന്നതും കഥകൾ പറഞ്ഞു തരുന്നതും ഒക്കെ. വിഷ്ണു അച്ഛന്റെ കൂടെ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ ധൈര്യമാ. വിഷ്ണു അച്ഛൻ എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നിനും പേടിയില്ല. എനിക്ക് എന്റെ വിഷ്ണു അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. വിഷ്ണു അച്ഛൻ എന്റെ ഹീറോയാണ്, മൈ റിയൽ ഹീറോ എന്ന് പറഞ്ഞ് വിഷ്ണുവിനോടുള്ള തന്റെ ഇഷ്ടവും സ്നേഹവും ഒക്കെ എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പപ്പി അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി ആ വാക്കുകളെല്ലാം കേട്ട് അങ്ങനെ നോക്കി. അപ്പോഴേക്കും വിഷ്ണു അപ്പുറത്ത് നിന്ന് പപ്പിമോളെ നോക്കി തന്റെ തമ്പ് ഇംപ്രഷൻ കാണിച്ചതും പപ്പിമോള് ഉടനെ വിഷ്ണുവിനെ നോക്കി തമ്പ് ഇംപ്രഷൻ കാട്ടുകയും അതോടൊപ്പം തന്നെ അവിടെ നിന്നുകൊണ്ട് ഒരു ഫ്ലൈയിങ് കിസ് വിഷ്ണുവിന് കൊടുക്കുന്നു. വിഷ്ണു അത് വളരെ സ്നേഹത്തോടെ വാങ്ങിക്കുകയും വിഷ്ണുവും അതുപോലെ തന്നെ തിരിച്ചു നൽകുന്നു. ഇത് കണ്ട് എല്ലാവരും വളരെ സന്തോഷപൂർവ്വം കൈയടിച്ചു. ഈ സമയത്ത് അടുത്തത് ഇനി സത്യമോള് പറ എന്ന് പറഞ്ഞ് സത്യഭാമിക്ക് എന്താ നമ്മളോട് പറയാനുള്ളതെന്ന് കേൾക്കാം എന്ന് പറഞ്ഞ് മൈക്ക് സത്യമോളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. സത്യമോൾ ഉടനെ തന്നെ മൈക്ക് വാങ്ങിച്ചിട്ട് പറഞ്ഞു, പപ്പിമോള് പറഞ്ഞതുപോലെ എന്റെ മുടി ചീകുകയും പാട്ടുപാടിത്തരുകയും കണ്ണെഴുതുകയും എന്നെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്റെ അമ്മയാ. കൂടെ എന്റെ അമ്മമ്മയും അത് വെളിച്ചനും ഉണ്ടെങ്കിലും അപ്പൂപ്പനും അമ്മമ്മയും ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അമ്മയെ തന്നെയാ. എന്റെ അമ്മയാ എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്റെ അമ്മ വലിയൊരു ഓഫീസറാണ്. പക്ഷേ എങ്കിലും രാവിലെ എന്നെ സ്കൂളിൽ കൊണ്ടുപോകും, വൈകുന്നേരം എന്നെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. ഇതെല്ലാം എന്റെ അമ്മ തന്നെയാ ചെയ്യുന്നത്. എനിക്കുള്ള ഭക്ഷണങ്ങളൊക്കെ എന്റെ അമ്മ തന്നെയാ ഉണ്ടാക്കി തരുന്നത്. ഇതെല്ലാം കേട്ട് എല്ലാവരും സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുമ്പോ സത്യമോള് പറഞ്ഞു, എന്റെ അമ്മയും എനിക്ക് ഒത്തിരി ഇഷ്ടമാ. പക്ഷേ എനിക്ക് ഇതിനേക്കാളൊക്കെ എനിക്കിഷ്ടം എന്റെ അമ്മയെ എനിക്കിഷ്ടമാ. അതുപോലെ അതിനേക്കാൾ ഉപരി ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ മുഖം പോലും അറിയാത്ത മറ്റൊരാളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് കേട്ട ഉടനെ ശാലിനിയും എല്ലാവരും ഞെട്ടി. അതാരാണെന്ന് അറിയാൻ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോ സത്യമോള് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അച്ഛനെയാ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ അമ്മ ചെയ്തു തരുന്ന കാര്യങ്ങളൊക്കെ എന്റെ അച്ഛൻ എനിക്ക് ചെയ്തു തരുന്നതാ ഇഷ്ടം. അങ്ങനെ പറയുമ്പോ നിങ്ങളൊക്കെ ചോദിക്കും ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ അല്ലേന്ന്. എങ്കിലും എന്റെ അച്ഛൻ എന്റെ കൂടെ ഇരുന്ന് ഇതൊക്കെ എല്ലാം ചെയ്തു തരികയും ചെയ്യും. പക്ഷെ അത് സ്വപ്നത്തിലാണെന്ന് മാത്രം. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത എന്റെ അച്ഛനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാം. ഐ ലവ് യു മൈ മാം എന്ന് പറഞ്ഞ് സത്യമോള് അച്ഛനോടുള്ള തന്റെ സ്നേഹം അങ്ങനെ ആ പൊതുവേദിയിൽ വിളിച്ചു പറയുമ്പോ ആ വാക്കുകൾ കേട്ട് ശാലിനിയുടെ കണ്ണുകൾ നിറയുന്നു. ശാലിനി ആകെ വേദനയോടെ ആ മകളുടെ ആഗ്രഹം തനിക്ക് നിറവേറ്റി കൊടുക്കാൻ കഴിയാത്തതിന്റെ സങ്കടത്തിൽ ശാലിനി മോളുടെ വാക്കുകൾ കേട്ട് കണ്ണീരോടെ നിന്നു.